അറേബ്യൻ മരുഭൂമി 1,02,700 ചതുരശ്ര മൈൽ വിസ്തീർണം. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ശാരീരിക മാനസിക ഘടനയാണ് അറബികൾക്ക്. ആഘോഷങ്ങളിലും യുദ്ധങ്ങളിലും ഗോത്രമഹിമയിലും വേട്ടയിലും ആനന്ദം കണ്ടെത്തിയിരുന്നവർ. കാൽപാദം വരെ ഇറങ്ങി നിൽക്കുന്ന മേൽക്കുപ്പായവും അങ്കിയും ശിരസ് മറയ്ക്കുന്ന ഷാളും വേഷമായിട്ടുള്ള അറബികളുടെ യാത്രാവാഹനം മരുക്കപ്പലായ ഒട്ടകമാണ്. നാടോടികളും അപരിഷ്കൃതരുമായിരുന്ന പുരാതനകാല അറബികൾ മദ്യത്തിലും ചൂതുകളിയിലും പ്രസിദ്ധരായിരുന്നു. പ്രവാചകന്മാരും ദിവ്യഗ്രന്ഥങ്ങളും വഴി അവർക്ക് ലഭിച്ച വെളിച്ചം അറേബ്യ ഒരു പൊലിയുന്ന നാടായി മാറാൻ കാരണമായി. ലോകത്തിന്റെ സമ്പദ്ഘടന ഇന്ന് അറേബ്യയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. 50 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നു. കേരളത്തിന്റെ മാത്രം പ്രതിവർഷ വരുമാനം 10,000 കോടിയിലേറെയാണ്. UN അംഗീകരിച്ച ഭാഷകളിലൊന്ന്, യുനെസ്കോയുടെ അംഗീകൃത ഭാഷ, 23 കോടി ജനതയുടെ ഔദ്യോഗിക ഭാഷ, 128 കോടി ജനതയുടെ മതഭാഷ. സെമിറ്റിക് ഭാഷകളിൽ അറബ് എന്നാൽ മരുഭൂമി എന്നർത്ഥം. നോഹ പ്രവാചകന്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ കപ്പലിൽ കയറി രക്ഷപ്പെട്ട പ്രവാചകപുത്രന്മാരായിരുന്നു സാം, ഹാം, യാഫിസ് എന്നിവർ. പിൽക്കാലത്ത് സാം അധിവസിച്ച പ്രദേശത്ത് രൂപപ്പെട്ട ഭാഷയാണ് സെമിറ്റിക്. ആദി സെമിറ്റിക് ഭാഷയിലെ ദക്ഷിണ സെമിറ്റിക് കുലത്തിൽ രൂപപ്പെട്ട അറബി ഭാഷയുടെ പിതാവായി യാറൂബ് ഇബ്നു ഖഹ്താൻ അറിയപ്പെടുന്നു. മറ്റേത് ഭാഷകളിലുമെന്ന പോലെ അറബി സാഹിത്യവും നാടോടിപ്പാട്ടുകളിലൂടെ പിച്ചവെച്ചു. 6-ാം നൂറ്റാണ്ടിന്റെ ആദ്യാർത്ഥത്തിലാണ് അറബിക് കവിതയുടെ അരുണോദയം എന്ന് അനുമാനിക്കപ്പെടുന്നു. അറേബ്യയിലെ ഉത്സവച്ചന്തകളിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയ കവിതകൾ
കഅബയിൽ കെട്ടിത്തൂക്കുക പതിവായിരുന്നു. മഹത് വചനങ്ങളും പഴഞ്ചൊല്ലുകളും പ്രസംഗങ്ങളും കഥകളും ഐതിഹ്യങ്ങളും പുരാതന അറബികളുടെ ഗദ്യസാഹിത്യങ്ങളായി അവശേഷിക്കുന്നു. കവിതയിൽ അസാമാന്യ വൈഭവം പ്രകടിപ്പിച്ചവർ അക്കാലത്ത് അറേബ്യയെ അനാവരണം ചെയ്യുന്നുണ്ട്. അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി AD 570 മക്കയിൽ ജനിച്ച മുഹമ്മദ് പ്രവാചകൻ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കെ 40-ാമത്തെ വയസ്സിലാണ് ദിവ്യ വെളിപാടുകൾ അവതരിച്ചു തുടങ്ങിയത്. ഭാഷാശാസ്ത്രം, അലങ്കാരശാസ്ത്രം, കർമ്മശാസ്ത്രം, തർക്കശാസ്ത്രം, ഭൂമിശാസ്ത്രം, കവിത, ചരിത്രം, പ്രസംഗം, ഗദ്യസാഹിത്യം തുടങ്ങിയവയിൽ വമ്പിച്ച പുരോഗതിയുണ്ടായി. ശതക്കണക്കിന് വിദേശ പദങ്ങളും അറബി പദങ്ങളും ജന്മമെടുത്തു. ശിലകളിലും ഈന്തപ്പനയോലകളിലും രേഖപ്പെട്ട് കിടന്ന ദിവ്യവചനങ്ങൾ ഖലീഫ അബൂബക്കർ ശേഖരിക്കുകയും ഹസ്രത്ത് ഉസ്മാൻ കൂടുതൽ ശരിപ്പകർപ്പുകളെടുത്ത് വിവിധ രാഷ്ട്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മധ്യേഷ്യ മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെയുള്ള ഭൂപ്രദേശത്ത് ശാസ്ത്ര സാഹിത്യ കലയുടെയും ഭരണരാഷ്ട്രീയ മതകാര്യങ്ങളുടെയും മാധ്യമമായി ഈ സെമിറ്റിക് ഭാഷ മാറി. മുഹമ്മദ് നബിയുടെ ആഗമനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബി ലിപി നിലവിലുണ്ടായിരുന്നു. ഇന്നത്തെ അറബി വരമൊഴിയുടെ പൂർവ്വരൂപമായ നസ്ഖി ലിപി രൂപാന്തരപ്പെട്ട് കൂഫി പ്രചാരത്തിൽ വന്നു. പ്രതിഭാശാലികളായ കലാകാരന്മാർ അറബി ലിപിക്ക് രൂപസൗകുമാര്യം നൽകിയപ്പോൾ രൂപപ്പെട്ടവയാണ് സുലുസി, റുഖഈ, ഫാരിസി, ദീവാനി, ദീവാനി ജലി തുടങ്ങിയവ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധാർമിക കവിതകളെ നിരുത്സാഹപ്പെടുത്തുകയും മൂല്യാധിഷ്ഠിത കവിതകൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. കർമ്മശാസ്ത്ര പണ്ഡിതരിലൂടെ 4 മദ്ഹബുകൾ രൂപപ്പെട്ടത് ഉമവി കാലഘട്ടത്തിലാണ്. തുടർന്ന് വ്യാകരണത്തിൽ അബുൽ അസ്വദുദ്ദു അലി സീബവൈഹി, പ്രസംഗകലയിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഹ്ബാൻ വായിൽ, രചനയിൽ അബ്ദുൽ ഹമീദ് ഇബ്നുൽ അമീദ്, അൽഐൻ നിഘണ്ടു, വിവിധ കാവ്യവൃത്തങ്ങൾ എന്നിവയിലൂടെ ഖലീൽ ഇബ്നു അഹ്മദും ശ്രദ്ധേയരായി. അഖ്ത്വൽ, ഫറസ്ദഖ്, ജരീർ എന്നിവർ ആക്ഷേപ കവിതകളിലും ഉമർ ഇബ്നു അബി റബിയ, ജമീൽ ഹുസൈന തുടങ്ങിയവർ ശൃംഗാര കവിതയിലും പ്രസിദ്ധരായി. സാഹിത്യ സംഭാവനകളുടെ സുവർണ കാലഘട്ടമായിരുന്നു അബ്ബാസികളുടേത്. ഖലീഫ ഹാറൂൻ റഷീദും മഅ്മൂനും വൈജ്ഞാനിക മേഖലക്ക് നൽകിയ സംഭാവനകൾ അമൂല്യങ്ങളാണ്. ബദിയുസ്സമാൻ ഹമദാനി, ഹരീരി തുടങ്ങിയവർ ആഖ്യായികയിൽ പ്രശസ്തരായപ്പോൾ ഇബ്നു ഖുതൈബ നിരൂപണത്തിൽ ശ്രദ്ധിച്ചു. ജാഹിലിന്റെ വിവരണ ഗ്രന്ഥങ്ങൾ വിജ്ഞാനകോശങ്ങളുടെ സ്ഥാനം അലങ്കരിച്ചു. സാമൂഹ്യശാസ്ത്ര ചരിത്ര രചന എന്ന നിലയിൽ പ്രചാരം നേടിയ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ മലയാളം ഉൾപ്പെടെ മിക്ക ലോകഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു മുഖഫ്ഫ കലീല വദിംന സംസ്കൃതത്തിൽ നിന്നും അറബിയിലേക്ക് വിവർത്തനം ചെയ്തതും ഇക്കാലത്താണ്. തത്വശാസ്ത്രത്തിൽ പ്രഗത്ഭരായ ഫാറാബി, കിന്ദി, ഇബ്നു റുഷ്ദ് തുടങ്ങിയ പ്രതിഭകൾ അക്കാലത്ത് ജ്വലിച്ചു നിന്നു. ഇമാം റാസിയും ലോകരിതത്തിന്റെ ഉപജ്ഞാതാവായ ഖുവാറിസ്മിയും അറബിയിലാണ് പ്രഥമ ഗ്രന്ഥങ്ങൾ രചിച്ചത്. ഇബ്നു സീനയുടെ അൽ ഖാനൂൻ ലോകത്തെ പ്രസിദ്ധ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്.
ക്രിസ്തുവർഷം 1517 മുതൽ 1800 വരെ സാഹിത്യത്തിന് ഇരുണ്ട കാലഘട്ടമായിരുന്നു. അറബി പേർഷ്യൻ സങ്കര സംസ്കാരത്തിന്റെ നിശ്ചലതക്കും മാന്ദ്യത്തിനും കാരണമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ 1821 അച്ചടിശാലകൾ സ്ഥാപിതമായതോടെ മാറ്റിമറിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ അറബി സാഹിത്യത്തിൽ കഥ, നാടകം, നോവൽ, ആഖ്യായിക തുടങ്ങിയ നൂതന പ്രവണതകൾ തളിരിട്ടു. ദസ്തയേവ്സ്കി, ചെക്കോവ്, മൊപാസാങ്, ബൽസാക്കി തുടങ്ങിയവരുടെ കൃതികളിൽ പ്രചോദിതനായ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ 1911 സൈനബ് എന്ന പ്രഥമ അറബി നോവൽ രചിച്ചു. 1848 മാറൂൻ നഖാഷ് രചിച്ച അൽ ബഖീൽ ആണ് പ്രഥമ അറബി നാടകം. കഥാസാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയവരാണ് ഈജിപ്തിലെ തൈമൂർ കുടുംബം. വശ്യമാർന്ന ഈരടികളിലൂടെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് കവിത രചിച്ച അനുഗ്രഹീത തൂലികയുടെ ഉടമ അഹ്മദ് ഷൗഖി, നൈലിന്റെ കവി എന്ന് പരിചിതനായ ഹാഫിദ് ഇബ്രാഹിം എന്നിവർ ആധുനിക കവികളിൽ പ്രശസ്തരാണ്. മഹ്മൂദ് സാമിൽ ബാറൂദി, ജമീൽ സുദ്ഖി സഹാവി, മറൂഫ് റുസാഫി എന്നിവർ പ്രഗത്ഭ കവികളാണ്. മർദ്ദിതരും ബഹിഷ്കൃതരുമായ സമൂഹങ്ങളുടെ ജീവിത കഥകൾ പ്രമേയമാക്കിയ വിപ്ലവവീര്യം വളർത്തുന്ന കവിതകൾ ആധുനിക കാലത്ത് ജന്മമെടുത്തു. അവനെ ഒന്നുരിയാടാനനുവദിക്കാതവർ മരണത്തിൻ പാറയിൽ ചേർത്തുകെട്ടി, ഉടലിനും വാക്കിനും തുടലിട്ട് വിരൽ ചൂണ്ടി അവരലറി നീയാണ് കൊലപാതകി. ഫിലസ്തീൻ കവികളിൽ ശ്രദ്ധേയരാണ് മഹ്മൂദ് ദർവീഷ്, സ്വാമിത്ത ഖാസിം, തൗഫീഖ സയ്യിദ തുടങ്ങിയവർ. ഈജിപ്ത്, സിറിയ, ലബനാൻ, ഇറാഖ്, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നും അനീതിക്കെതിരെയുള്ള ഈ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. അവനെ വലിച്ചെറിഞ്ഞവർ വിരൽ ചൂണ്ടി നീയാണു കള്ളൻ, നീയാണു കള്ളൻ, നീയാണു കള്ളൻ. കഥ, നിരൂപണം, നോവൽ, നാടകം എന്നിവയാൽ അറബി സാഹിത്യത്തെ ധന്യമാക്കിയവരിൽ മൻഫലൂത്തി, അക്കാദ്, മാസ്നി, നജീബ് കീലാനി, തൗഫീഖുൽ ഹക്കീം, ബയ്യാത്തി, നൊബേൽ സമ്മാന ജേതാവായ നജീബ് മഹ്ഫൂദ് തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ലബനാൻ, സിറിയ തുടങ്ങിയ നാടുകളിൽ നിന്ന് അമേരിക്കൻ നാടുകളിലേക്ക് പലായനം ചെയ്ത് ചെറിയ തൊഴിലുകളിൽ ഏർപ്പെടുകയും ജീവിതം സാഹിത്യത്തിന് സമർപ്പിക്കുകയും ചെയ്തവരാണ് മഹ്ജർ സാഹിത്യത്തിൽ ഇടം നേടിയവർ. ദ പ്രോഫറ്റ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ ജുബ്രാൻ ഖലീൽ ജുബ്രാന്റെ മിക്ക കൃതികളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാഹിത്യ പ്രസ്ഥാനങ്ങളും പത്രപ്രസിദ്ധീകരണങ്ങളും സാഹിത്യ ലോകത്തിന് ഉണർവ് പകർന്നു. 1828 ഈജിപ്തിലെ മുഹമ്മദ് അലി സ്ഥാപിച്ച അൽ വഖാഇഉൽ മിസ്രിയ ആണ് പ്രഥമ അറബി പത്രം. 1920 ജുബ്രാൻ ഖലീൽ ജുബ്രാൻ രൂപീകരിച്ച റാബിത്തത്തുൽ ഖലമിയ, 1921 മദ്രസത്തു ദീവാൻ, ഭാഷാ പരിപോഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഭാഷാ സാഹിത്യ അക്കാദമികൾ എന്നിവയും അനൽപമായ സേവനങ്ങളാണ് നൽകിപ്പോരുന്നത്. സ്പെയിനിൽ ഇസ്ലാമിക നാഗരികത ശാക്തീകരണത്തിന്റെ പാതയിലായിരിക്കെ വാസ്തുവിദ്യയും വിവിധ കലാരൂപങ്ങളും ശക്തിയാർജിച്ചു. ഇന്ത്യയുടെ
വാസ്തുവിദ്യയിലും കലയിലും അതിന്റെ സ്വാധീനം പ്രകടമായി. സുൽത്താൻമാരുടെ ഭരണകാലത്ത് താജ്മഹലും ചെങ്കോട്ടയും ഡൽഹി ജുമാ മസ്ജിദും അലങ്കൃതമായി. പ്രവാചക കീർത്തനത്തിൽ പ്രസിദ്ധമായ ഇമാം ബൂസീരിയുടെ ബുർദ ജന്മമെടുത്തതും അക്കാലത്താണ്. ക്രിസ്തുവർഷം 712 ഖലീഫ വലീദിന്റെ ഭരണകാലത്ത് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെത്തിയ സൈന്യം സിന്ധിലെ രജപുത്ര രാജാവായിരുന്ന ദാഹിറിനെ തോൽപ്പിച്ച് സിന്ധ് കീഴടക്കി. ആ അറബികളുടെ ആധിപത്യം ക്രിസ്തുവർഷം 871 വരെ നീണ്ടുനിന്നു. ക്രിസ്തുവർഷം 1026 വരെയാണ് അറബികളുടെ ഭരണകാലമായി കണക്കാക്കപ്പെടുന്നത്. ഇവിടെ സൂഫികൾ വഴി ഇസ്ലാം പ്രചരിച്ചു. ഇന്ത്യയിലെ മതം, ദർശനം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിൽ അവഗാഹം നേടിയ അറബികൾ ആ വൈജ്ഞാനിക സമ്പത്ത് യൂറോപ്യൻ നാടുകളിലെത്തിച്ചു. ബ്രഹ്മസിദ്ധാന്തം, ചരക സംഹിത, പഞ്ചതന്ത്രം തുടങ്ങിയ പുരാതന ഭാരതീയ കൃതികൾ അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടു. അറബി പണ്ഡിതർ ഖുർആൻ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. ഇന്ത്യൻ ഭിഷഗ്വരന്മാരെയും ജ്യോതിശാസ്ത്രജ്ഞന്മാരെയും വിദേശ ഖലീഫമാർ കൊട്ടാരങ്ങളിൽ ആദരപൂർവം സ്വീകരിച്ചിരുന്നു. ഡൽഹി സുൽത്താൻമാരുടെ ഭരണകാലത്താണ് നിരവധി അറബി ഗ്രന്ഥങ്ങൾ വിരചിതമായത്. അയ്യായിരം അറബി ഗ്രന്ഥകാരന്മാരെ കുറിച്ച് നുസ്ഖത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥത്തിൽ സയ്യിദ് അബ്ദുൽ ഹയ്യിൽ ഹസനി പരാമർശിക്കുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ഇമാം ഹസൻ ഇബ്നു മുഹമ്മദ് രചിച്ച അൽ ഉബാബു സാഹിർ ആണ് ഇന്ത്യയിലെ പ്രഥമ അറബി ഗ്രന്ഥം. കിങ് ഫൈസൽ അവാർഡ് നേടിയ ഇന്ത്യൻ പ്രതിഭയായിരുന്ന സയ്യിദ് അബുൽ ഹസൻ അലി നദവിയുടെ രചനകൾ അറബി ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഫൈലുൽ ഹസൻ സഹാരൻപൂരി, ഗുലാം അലി ആസാദ്, ബിൽഗ്രാമി പോലുള്ള ഇന്ത്യൻ കവികളും അറബി ഭാഷയ്ക്ക് സംഭാവനകൾ അർപ്പിച്ചു. അൽ ബയാൻ, അർ റായിദ്, അൽ ബാസുൽ ഇസ്ലാമി തുടങ്ങിയ നിരവധി അറബി പത്രങ്ങളും ഇന്ത്യയിൽ ജന്മമെടുത്തു. ഇന്ത്യയിലെ അറബി ഭാഷാ പഠന കേന്ദ്രങ്ങൾ പഠനത്തിന്റെയും പ്രചാരത്തിന്റെയും കരുത്തുറ്റ പ്രതീകങ്ങളായി നിലനിൽക്കുന്നു. ദയൂബന്ദിലെ ദാറുൽ ഉലൂം മുതൽ കേരളത്തിലെ റൗദത്തുൽ ഉലൂം വരെ അക്കൂട്ടത്തിൽപ്പെടുന്നു. കേരളം 3000-ലേറെ വർഷങ്ങളായി വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധം പുലർത്തിപ്പോരുന്നതിന്റെ ചരിത്രമാണ് അതിന് പറയാനുള്ളത്. നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, മലഞ്ചരക്കുകൾ, രത്നങ്ങൾ, മൃഗങ്ങൾ എന്നിവ ലോകമെങ്ങുമുള്ള വ്യാപാരികളെ ആകർഷിച്ചു. കംബോഡിയ, ജാവ, ചൈന, മലയ, അറേബ്യ, പേർഷ്യ തുടങ്ങിയ നാടുകളിൽ ഇന്ത്യക്കാരുടെ കച്ചവടം നടന്നിരുന്നതായി ചരിത്രരേഖകളിൽ കാണുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യാപാരം നടത്തിയ അറബികൾ കേരളത്തെ ബിലാദുൽ ഫിൽഫിൽ അഥവാ കുരുമുളകിന്റെ നാട് എന്നാണ് വിളിച്ചിരുന്നത്. 1498 കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ ഏഷ്യൻ ആഫ്രിക്കൻ തീരങ്ങൾ കൈയടക്കി. നാടുവാഴികളായിരുന്ന സാമൂതിരി രാജാക്കന്മാർ മുസ്ലിം നാവികപ്പടയുടെ സഹായത്തോടെ പാശ്ചാത്യൻ ശക്തികളെ തൂത്തെറിഞ്ഞു. കുഞ്ഞാലിമരക്കാർമാരായിരുന്നു സാമൂതിരിയുടെ ശക്തി. ക്രിസ്തോബ്ദം 570-632 കാലഘട്ടത്തിൽ അഥവാ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിലെത്തി.
തീരപ്രദേശങ്ങളിൽ അവർക്ക് പള്ളികൾ നിർമ്മിക്കാനും സ്ഥിരതാമസമാക്കാനും നാട്ടുരാജാക്കന്മാർ സൗകര്യം ചെയ്തു കൊടുത്തു. വിവിധ സ്ഥലങ്ങളിൽ പള്ളികൾ ഉയർന്നതോടെ വാണിജ്യ മേഖലയിൽ ഒതുങ്ങി നിന്നിരുന്ന അറബി ഭാഷ സാംസ്കാരിക മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. മമ്പുറം സയ്യിദ് അലവി തങ്ങളും വെളിയങ്കോട് ഉമർ ഖാദിയും വൈദേശികാധിപത്യത്തിനെതിരെ ആഞ്ഞടിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ വീരമൃത്യു വരിച്ച വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറബി മലയാളത്തിൽ നിരവധി പ്രശംസാകാവ്യങ്ങൾ വിരചിതമായി. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന് 5 വർഷം മുമ്പ് തന്നെ അറബി മലയാളത്തിൽ മുഹിയുദ്ദീൻ മാല രചിക്കപ്പെട്ടിരുന്നു. വിക്രമാദിത്യ കഥകൾ, അമരഘോഷ പദാർത്ഥം, അഷ്ടാംഗ ഹൃദയം, രാമായണം തുടങ്ങിയവ അറബി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. 1852 കൊണ്ടോട്ടിയിൽ ജനിച്ച മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ കേരളത്തിൽ പ്രചുര പ്രചാരം നേടി. അങ്ങനെ എണ്ണമറ്റ മാപ്പിളപ്പാട്ടുകളും 1600ഓളം ഗ്രന്ഥങ്ങളും അറബി മലയാളത്തിൽ വിരചിതമായി. കോഴിക്കോട്ടെ കാളിമാരും പൊന്നാനി മഖദൂം കുടുംബവുമായിരുന്നു അറബി ഭാഷാ പ്രചരണത്തിന്റെ കേന്ദ്രബിന്ദു. പൊന്നാനിയിൽ പ്രസിദ്ധമായ ദർസ് നിലവിൽ വന്നു. 1871 മലപ്പുറം ജില്ലയിലെ വാഴക്കാട്ട് മുസ്ലിയാരകത്ത് സൈനുദ്ദീൻ മുസ്ലിയാർ പ്രഥമ മദ്രസ സ്ഥാപിച്ചു. 1908 ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ മദ്രസയെ ദാറുൽ ഉലൂം അറബിക് കോളേജായി ഉയർത്തി. ഇന്ന് 14,000-ലധികം മദ്രസകൾ കേരളത്തിലുണ്ട്. കൂടാതെ കേരള, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ അംഗീകാരമുള്ള 20-ലധികം അറബിക് കോളേജുകളുമുണ്ട്. അവയിൽ ഫാറൂഖ് റൗളത്തുൽ ഉലൂം പ്രത്യേക പരാമർശമർഹിക്കുന്നു. പരമ്പരാഗത പഠനരീതി പിന്തുടരുന്ന സ്വകാര്യ അറബിക് കോളേജുകൾ 100ഓളം വരും. മർക്കസുസ് സഖാഫത്തി സുന്നിയ, ജാമിയ നൂരിയ പട്ടിക്കാട്, അൽ ജാമിയ അൽ ഇസ്ലാമിയ ശാന്തപുരം, ജാമിയ സലഫിയ പുളിക്കൽ എന്നിവ അവയിൽ പ്രസിദ്ധങ്ങളാണ്. 1904 മലബാറിലും 1912 തിരുവിതാംകൂറിലും ആധുനിക രീതിയിലുള്ള സ്കൂൾ അറബി പഠന സംവിധാനം ആരംഭിച്ചു. ലോവർ ഹയർ പരീക്ഷകൾ നടപ്പിലാക്കിയതോടെ നിരവധി അറബി അധ്യാപകരെ വിദ്യാലയങ്ങളിൽ നിയമിച്ചു. ദീർഘവീക്ഷണത്തിന്റെയും തിഷണയുടെയും ഉടമയായിരുന്ന CH മുഹമ്മദ് കോയയാണ് 1956 മുതൽ സ്കൂളുകളിൽ അറബി 2ാം ഭാഷയായി കൊണ്ടുവന്നത്. അറബി പഠനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള കേരളത്തിൽ ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അറബിക് സ്പെഷ്യൽ ഓഫീസർ, മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടർമാർ, മുസ്ലിം ഗേൾസ് ഇൻസ്പെക്ടർമാർ എന്നീ തസ്തികകളും SCERT, ഡയറ്റ്, SSA എന്നിവയുടെ മേൽനോട്ടവുമുണ്ട്. 15 ലക്ഷത്തോളം വിദ്യാർത്ഥികളും 10,000-ലധികം അധ്യാപകരുമുള്ള ഈ പഠന സംവിധാനത്തിന് സ്വന്തമായ സർവകലാശാലയുടെയും പഠനാവസരങ്ങളുടെയും അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. സാഹിത്യരചനയിൽ ശ്രദ്ധേയരായ നിരവധി പേർ കേരളത്തിലുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ചരിത്ര പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര രചനയായ ഫതഹുൽ മുഈൻ എന്ന ഗ്രന്ഥം
ലോകപ്രശസ്ത സർവകലാശാലകളിൽ പാഠ്യവിഷയമാണ്. ഖാദി മുഹമ്മദ് രചിച്ച ഫതഹുൽ മുബീൻ എന്ന കവിതാരചന പറങ്കികളുടെ അധിനിവേശത്തിനെതിരായ ശക്തമായ തൂലികയാണ്. മുഹമ്മദ് ഫലക്കി, അബ്ദുറഹ്മാൻ ഫലുഫരി, അബ്ദുള്ള മുഹമ്മദ് നൂറാനി എന്നിവരുടെ സംഭാവനകൾ അവിസ്മരണീയമാണ്. കേരളത്തിലെ സമകാലിക അറബി കവികളിൽ അരീക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അഹ്മദ് മൗലവി കടവത്തൂർ, KV അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവർ പ്രസിദ്ധരാണ്. കോട്ടൂർ അലവിക്കുട്ടി മൗലവി ഇന്ന് ജീവിച്ചിരിക്കുന്ന കവികളിൽ ശ്രദ്ധേയനാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഗദ്യസാഹിത്യം ശുഷ്കമെങ്കിലും അബ്ദുറഹ്മാൻ ഹൈദ്രോസ് അസ്ഹരി തങ്ങൾ, നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ, കോടമ്പുഴ ബാവ മുസ്ലിയാർ, ഡോക്ടർ ബഹാഉദ്ദീൻ നദ്വി എന്നിവർ പ്രശംസയർഹിക്കുന്നു. അറബി കവിതയ്ക്ക് കേരളം നൽകിയ സംഭാവനകൾ ഡോക്ടർ KV വീരാൻ മുഹിയുദ്ദീൻ തന്റെ അറബി കവിത കേരളത്തിൽ എന്ന കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. നിരവധി അറബി നിഘണ്ടുകൾക്ക് കേരളം ജന്മം കൊടുത്തു. അൽ ഫറായിദ്, അൽ ഖാമൂസ്, അൽ മൻഹൽ എന്നിവ എടുത്തു പറയാവുന്നവയാണ്. തകഴിയുടെ ചെമ്മീൻ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. നിരവധി അറബി കൃതികൾ അദ്ദേഹത്തിനുണ്ട്. കുമാരനാശാന്റെ വീണപൂവ്, കമലാസുരയ്യയുടെ യാ അല്ലാ, KKN കുറുപ്പിന്റെ കേരള മാപ്പിള പൈതൃകം എന്നിവ അറബീകരിച്ചവയിൽപ്പെടുന്നു. പൗരാണിക അറബി സാഹിത്യം മുതൽ കേരള അറബി സാഹിത്യം വരെ പരാമർശിക്കുന്ന അൽ അറബിയ വ ആദാബുഹ, ദിറാസാത്തുൻ അറബിയ എന്നിവ കേരളത്തിൽ രചിക്കപ്പെട്ടവയാണ്. ഈ താൽക്കാലിക അസ്തമയം മറ്റൊരു ഉദയത്തിന് വഴിമാറുകയാണ്. നന്ദി. ലവ് ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചാലഞ്ച്ഡ്, പന്നിക്കോട്, മുക്കം, കോഴിക്കോട്. ഒതായി, എടവണ്ണ, മലപ്പുറം. ലവ് ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചാലഞ്ച്ഡ്, പന്നിക്കോട്, മുക്കം, കോഴിക്കോട്. ഒതായി, എടവണ്ണ, മലപ്പുറം.